ഹലോ ഫ്രണ്ട്സ്, മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മുത്തശ്ശിയുടെ അപേക്ഷയാണ് കാണിക്കുന്നത്. കരുണയുടെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ടെന്നും അവളെ ഉണ്ണി കൈവിടരുതെന്നും മുത്തശ്ശി അപേക്ഷിക്കുന്നുണ്ട്. പ്രതാപൻ ഇപ്പോൾ ജയിലിലാണ്. ദുർഗയും കണ്ണനും മഹാലക്ഷ്മിയും അവളെ വീട്ടിൽ കയറ്റാൻ സാധ്യതയില്ലെന്നും മുത്തശ്ശി പറയുന്നു. ഇത് കേട്ട ഉണ്ണിയുടെ മറുപടിയാണ്, പണ്ട് തന്നെ ബുദ്ധിയില്ലാത്തവനെന്നും കഴിവുകെട്ടവനെന്നും വിളിച്ച് അപമാനിച്ച കാര്യങ്ങൾ ഉണ്ണി ഓർമ്മിപ്പിക്കുന്നു. ഉണ്ണിയുടെ നിബന്ധന ഇങ്ങനെയാണ്: കരുണയെ സ്വീകരിക്കണമെങ്കിൽ മുത്തശ്ശിയുടെ പേരിലുള്ള ഒഴിഞ്ഞുകിടക്കുന്ന വീടും സ്ഥലവും തൻ്റെ പേരിലേക്ക് എഴുത്തരണമെന്ന് ഉണ്ണി ആവശ്യപ്പെടുന്നു. മുത്തശ്ശി സമ്മതിക്കുന്നുണ്ട്. തൻ്റെ മോൾക്ക് വേണ്ടി വീടും പറമ്പും എഴുതിത്തരാൻ മുത്തശ്ശി തയ്യാറാകുന്നു. എന്നാൽ മഹാലക്ഷ്മിയെയും കണ്ണനെയും അവഗണിച്ച് കരുണയെ സ്വീകരിക്കുമെന്ന് ഉണ്ണി വാക്ക് നൽകണമെന്ന് മുത്തശ്ശി ആവശ്യപ്പെടുന്നുണ്ട്. ഉണ്ണി അത് സമ്മതിക്കുകയും ചെയ്യുന്നു. അവിടേക്ക് വരുന്ന ദുർഗ മുത്തശ്ശിയോട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയുന്നു. തൻ്റെ വിശ്വേട്ടനെ കൊന്ന ആളുടെ മകളായ കരുണയെ ഒരിക്കലും ഈ വീട്ടിലേക്ക് സ്വീകരിക്കില്ലെന്ന് ദുർഗ വ്യക്തമാക്കുന്നു. മുത്തശ്ശിയുടെ വീടും പറമ്പും കിട്ടുന്നത് വലിയ ലാഭമാണെന്നും അതുകൊണ്ട് കരുണയെ സ്വീകരിക്കുമെന്നും ഉണ്ണി ദുർഗയോട് പറയുന്നു. എന്നാൽ കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും നന്മ കണ്ട് അവരോടൊപ്പം നിൽക്കാനും കരുണയെ ഉപേക്ഷിക്കാനും ദുർഗ ഉണ്ണിയോട് ആവശ്യപ്പെടുന്നു. വെറുതെ കിട്ടുന്ന സ്വത്ത് താൻ വേണ്ടെന്ന് വെക്കില്ലെന്ന് പറഞ്ഞ് ഉണ്ണി അകത്തേക്ക് പോകുന്നു. മുത്തശ്ശിയും കരുണയും തമ്മിലുള്ള സംഭാഷണമാണ് അടുത്തതായി കാണിക്കുന്നത്. മുത്തശ്ശി നൽകുന്ന വിവരം: ഉണ്ണി ചെറിയ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാണെന്നും എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയി മഹാലക്ഷ്മിയെ കണ്ട് മാപ്പ് ചോദിക്കണമെന്നും മുത്തശ്ശി കരുണയോട് പറയുന്നുണ്ട്. മുത്തശ്ശി ഉപദേശിക്കുകയാണ്, എല്ലാവരും ക്ഷമിച്ചാൽ നഷ്ടപരിഹാരം കൊടുക്കുന്നതിൽ നിന്നും തങ്ങൾക്ക് രക്ഷപ്പെടാമെന്ന് മുത്തശ്ശി കരുണയെ ധരിപ്പിക്കുന്നു. കരുണ അത് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. അടുത്തതായി ഹോസ്പിറ്റലിലെ സംഭാഷണമാണ് കാണിക്കുന്നത്. കരുണയും മഞ്ജുവും ലേഖയും മഹിയും ചേർന്നാണ്. കരുണ വരുന്നത് കണ്ട് ലേഖയും മഞ്ജുവും ദേഷ്യപ്പെടുന്നുണ്ട്. തൻ്റെ അച്ഛനെ കൊന്നവൻ്റെ മകളായ കരുണയെ മഞ്ജു അടിക്കുന്നുണ്ട്. അന്ന് മഹിയെ സ്റ്റെപ്പിൽ നിന്ന് തള്ളി താഴെയിട്ട കാര്യവും മഞ്ജു അപ്പോൾ ഓർമ്മിപ്പിക്കുന്നു. തൻ്റെ അവസ്ഥ കണ്ട് ഉണ്ണിയേട്ടനോട് തന്നെ തിരികെ വിളിക്കാൻ പറയണമെന്ന് കരുണ മഹാലക്ഷ്മിയോട് ദയനീയമായി ആവശ്യപ്പെടുന്നുണ്ട്. മഹിയുടെ പ്രതികരണമാണ് അടുത്തതായി കാണിക്കുന്നത്. കരുണയും ഉണ്ണിയും ഒരുമിച്ച് ജീവിക്കുന്നതിൽ തങ്ങൾക്ക് തടസ്സമില്ലെന്നും എന്നാൽ അതിന് കണ്ണേട്ടൻ്റെ സമ്മതം വേണമെന്നും മഹി പറയുന്നു. ലേഖയുടെയും മഞ്ജുവിൻ്റെയും നിലപാട്: കരുണയോട് യാതൊരു കരുണയും കാണിക്കേണ്ടതില്ലെന്ന് മഞ്ജു പറയുന്നു. അച്ഛൻ്റെ സ്നേഹം നിഷേധിക്കപ്പെട്ട മഞ്ജുവിൻ്റെ രക്തം തിളയ്ക്കുന്നത് ന്യായമാണെന്ന് പറഞ്ഞ് ലേഖയും കരുണയെയും അവിടെ നിന്ന് ആട്ടിയിറക്കുന്നതോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിനായി എല്ലാവരും കാത്തിരിക്കുക.